LP സ്കൂൾ അധ്യാപക നിയമനം ഇഴയുന്നുവെന്ന മീഡിയ വൺ വാർത്തയിൽ ഇടപെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗാർത്ഥികളുടെ പരാതി പരിഗണനയിലാണെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ NSK ഉമേഷ് പറഞ്ഞു. നിയമനത്തിനായി എല്ലാ സാധ്യതകളും പരിശോധിക്കും. വിദ്യാർത്ഥികൾ കുറയുന്നത് മൂലമുള്ള ഡിവിഷൻ ഫോളാണ് നിയമനം വൈകുന്നതിലെ കാരണമെന്നും പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ പറഞ്ഞു. മീഡിയ വൺ വാർത്തയ്ക്ക് മന്ത്രി വി ശിവൻകുട്ടിയുടെ സാന്നിധ്യത്തിലാണ് ഡയറക്ടർ മറുപടി നൽകിയത്. മീഡിയ വൺ ഇംപാക്ട്. ഇല്ല, ഞാൻ പേഴ്സണലി ഇവരെ കാണുന്നുണ്ട്. പല റാങ്ക് ഹോൾഡേഴ്സ്, LPST റാങ്ക് ഹോൾഡേഴ്സോട് ഡീറ്റെയിൽഡ് ആയിട്ട് ചർച്ച ചെയ്തിരുന്നു. ഡിവിഷൻ ഫോൾ തന്നെയാണ് മെയിൻ പ്രശ്നം. നാച്ചുറലി കേരളത്തിൻ്റെ ഫെർട്ടിലിറ്റി റേറ്റ് കുറയുമ്പോൾ കുട്ടികൾ ബർത്ത് റേറ്റ് തന്നെ കുറയുമ്പോൾ നാച്ചുറലി അഡ്മിഷൻസ് കുറയുന്നു. അതുകൊണ്ട് ഡിവിഷൻ ഫോൾ വരുന്നു. ഡിവിഷൻ ഫോൾ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ LPST റാങ്ക് ഹോൾഡേഴ്സിന് ഒരു പ്രശ്നം വരുന്നു. അതിൽ ഇനി വേറെ എന്താ സാധ്യത ഉള്ളതിനൊന്ന് നമ്മൾ പരിശോധിച്ച് വരുന്നു. നമുക്കൊന്ന് നോക്കാം. ബിക്കോസ് ഡിവിഷൻ ഫോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് നമ്മുടെ കയ്യിൽ അത് നേച്ചറുടെ കയ്യിലുള്ള ഒരു കാര്യമാണ്. ഡിവിഷൻ ഫോൾ എന്ന് പറയുന്നത് എത്ര കുട്ടികളുണ്ടോ അത്ര കുട്ടികളെ നമുക്ക് അഡ്മിഷൻ. ഈ റാങ്ക് ഹോൾഡേഴ്സ് തന്നെ വലിയ സജീവമായിട്ട് ഇറങ്ങി പരമാവധി കുട്ടികളെ സ്കൂളിൽ കൊണ്ടുവരാനുള്ളത് വരെ ചെയ്യുന്നുണ്ട്. വളരെ വെൽക്കം ഇനീഷ്യേറ്റീവ്. അവരുടെ കരിയർ പ്രശ്നമല്ലത്. അവർ തന്നെ ഇറങ്ങി ചെയ്യുന്നു. പക്ഷേ കുട്ടികൾ ഉണ്ടെങ്കിലല്ലേ കൊണ്ടുവരാൻ പറ്റും. കുട്ടികൾ തന്നെ കുറയുന്നുണ്ട്. എല്ലാ വർഷവും നമുക്ക് നോക്കിയാൽ അഡ്മിഷൻസ് കുറയാൻ കാരണം എന്താ, ബർത്ത്സ് പോലും കുറയുന്നുണ്ട്. അത് നമ്മുടെ ഒരു ഡെമോഗ്രഫിക് ഒരു കാര്യമാണ്. ബാക്കി എന്താ വഴികൾ നമ്മൾ പരിശോധിച്ച് വരുന്നു. അത് എൻ്റെ ലെവലിലാണ് ഇപ്പോൾ ചർച്ച നടന്നു വരുന്നത്. മിനിസ്റ്റർ ലെവലിലേക്ക് അത് കൊണ്ടുവന്ന് നിങ്ങൾ പറയുന്നത് ശരിയാണ്. കുറേ പേർക്ക് റാങ്ക് ഹോൾഡേഴ്സിന് ഒന്നും അഡ്വൈസ് ജോബ് കിട്ടാതെ ഒരു സാഹചര്യമുണ്ട്. അതൊരു ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് മിനിസ്റ്റർ ലെവലിൽ ചർച്ച നടന്നിട്ടില്ല. ഇപ്പോൾ എൻ്റെ ലെവലാണ് നടന്നു വരുന്നത്. മിനിസ്റ്റർ ലെവലിൽ ഉടനെ തന്നെ ചർച്ച വെച്ച് നമുക്കൊരു വേറെ എന്ത് വഴിയുണ്ടെന്ന് നോക്കാം. യെസ്, അവരുടെ മേജർ ഡിമാൻഡ്സിൽ അതുകൊണ്ട് ചർച്ച ചെയ്ത് നമുക്ക് തീരുമാനിക്കാം. 2-3 സൊല്യൂഷൻസാണ് അവർ പറയുന്നത്. അതിൻ്റെ സാങ്കേതികം പരിശോധിച്ച് വരുന്നു. സഫാൻ VP ആണ് വാർത്തയുടെ വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. സഫാൻ, മീഡിയ വൺ വാർത്തയിൽ ഇടപെടലുണ്ടായിരിക്കുന്നു. ചർച്ച ചെയ്ത് പരിഹരിക്കാമെന്ന നിലപാടാണോ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ സ്വീകരിക്കുന്നത്? സഫാൻ. അതെ അനീഷ, ഉദ്യോഗാർത്ഥികളുടെ അടക്കമുള്ള നിർദ്ദേശങ്ങൾ വിഷയത്തിൽ ചർച്ച ചെയ്ത് പരിഗണിക്കുമെന്നാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ NSK ഉമേഷ് പറഞ്ഞത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉദ്യോഗാർത്ഥികൾ വന്ന് കാണാറുണ്ട്, വിഷയം സൂചിപ്പിച്ചിട്ടുണ്ട്. മീഡിയ വൺ ആയിരുന്നു ഈ സംബന്ധവുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ 8 മാസമായി ഈ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുള്ളത്. കഴിഞ്ഞ മെയ് 31 LP സ്കൂൾ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. എന്നാൽ 8 മാസമായിട്ട് 8 ജില്ലകളിൽ പോലും 1ാം റാങ്കുകാർക്ക് പോലും ജോലി കിട്ടാത്ത ഒരു സാഹചര്യമുണ്ട്. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത് ഡിവിഷൻ ഫോളാണ്. ഈ സർക്കാർ സ്കൂളുകളിൽ കുട്ടികൾ കുറയുന്നത് മൂലമുണ്ടാകുന്ന ഈ തസ്തിക നഷ്ടം കാരണമാണ് ഈ പുതുതായി നിയമനം നടക്കാത്തത്. ഈ ഒരു കാര്യമാണ്, ഈ ഒരു കാരണത്താലാണ് പുതിയ ആളുകൾക്ക് റിട്ടയർമെൻറ്റ് ഒഴിവുകളിൽ അവസരം ഒഴിവാക്കാത്തുള്ള ഒരു സാഹചര്യമുണ്ടായത്. ഇതാണ് ഉദ്യോഗാർത്ഥികൾ പ്രധാനപ്പെട്ട ഒരു വിഷയമായി സൂചിപ്പിച്ചതും. ഉദ്യോഗാർത്ഥികൾ പറഞ്ഞിരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി പറയുന്നത് റിട്ടയർമെൻറ്റ് ഒഴിവുകൾ പുതുതായ ആളുകൾക്ക് അവകാശപ്പെട്ടതാണ്. ഈ ഡിവിഷൻ പോലുള്ള കാര്യങ്ങളിൽ സർക്കാർ മറ്റു നടപടി സ്വീകരിക്കണം. അതായത് എയ്ഡഡ് സ്ഥാപനങ്ങളിലടക്കം ഇത്തരത്തിൽ ഡിവിഷൻ ഫോൾ വരുമ്പോൾ ചെയ്യുന്നത് പ്രധാന അധ്യാപക ഇതിലേക്ക് ഈ പുനർവിന്യസിക്കുന്ന ഒരു സംവിധാനത്തിൻ്റെ വഴിയാണ് ഇക്കാര്യങ്ങൾ ചെയ്യുന്നത്. അതേ കണക്കിന് സർക്കാർ മേഖലയിലും ഇത് നടപ്പാക്കണമെന്നാണ് ഉദ്യോഗാർത്ഥികൾ പറയുന്നത്. അതിനുള്ള ഇടപെടലിന് ആവശ്യപ്പെട്ടാണ് ഈ ഉദ്യോഗാർത്ഥികൾ നമ്മളെ സമീപിക്കുന്നതും നമ്മളത് വലിയ വാർത്തയാക്കി നൽകുകയും ചെയ്യുന്നത്. ഈ ഒരു വിഷയം പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറുടെ, മന്ത്രിയുടെ സാന്നിധ്യത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ ഇത്തരത്തിൽ ഒരു ഇടപെടൽ, അതായത് ഇപ്പോൾ നടക്കുന്ന ചർച്ച പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ തലത്തിൽ ആണ്. ഉദ്യോഗാർത്ഥികൾ വന്ന് കാണാറുണ്ട്, അവരുടെ നിർദ്ദേശങ്ങൾ നമ്മൾ സ്വീകരിക്കാറുണ്ട്. ഈ ഒരു ചർച്ചയ്ക്ക് പോസിറ്റീവായിട്ട് തന്നെ സർക്കാർ അല്ലെങ്കിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് പോകും. മന്ത്രി തലത്തിൽ ഒരു അടുത്ത ഘട്ടം എന്ന നിലയിൽ ഈ ചർച്ച മുന്നോട്ട് പോകുമെന്നാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ NSK ഉമേഷ് പറഞ്ഞിരിക്കുന്നത്. ഉദ്യോഗാർത്ഥികൾ ഇതുമായി വെച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ സർക്കാർ സ്വീകരിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് സർക്കാർ സ്കൂളുകളിൽ
കുട്ടികളെ എത്തിക്കാൻ ഈ റാങ്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികൾ വലിയ ശ്രമം നടത്തുന്നുണ്ട്, ക്യാമ്പയിനുകളൊക്കെ നടത്തുന്നുണ്ട്. ഈ ക്യാമ്പയിനുകളൊക്കെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്വാഗതം ചെയ്യുകയാണ്. അതിനപ്പുറത്തേക്കുള്ള ഈ ഇടപെടലിന് ഈ ആളുകൾക്ക്, റാങ്ക് ലിസ്റ്റിലുള്ള ആളുകൾക്ക് നിയമനം നടത്താൻ ആവശ്യമായ എല്ലാ നടപടികളും പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. മന്ത്രി തന്നെ അതിന് നേതൃത്വം നൽകുന്ന ഒരു ചർച്ച ഉദ്യോഗാർത്ഥികളുമായിട്ട് അതിന് ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അനീഷ.